ഹലോ, ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ദുബായിൽ വന്ന ടൈമില് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പ്ലേസ് ആണ് ഗ്ലോബൽ വില്ലേജ്. ഇവിടെ പോകണം, ഇവിടെ കാണണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാലും ഞാൻ വന്ന ടൈം കറക്റ്റ് ആയിരുന്നു, വിന്റർ സീസൺ. കാരണം വിന്റർ സീസണിൽ വരുന്നവർക്ക് മസ്റ്റ് ഹാവ് വാച്ച് ആണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. നമുക്കൊരു ലോകം മുഴുവൻ ഒരു സ്ഥലത്ത് കാണണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഇതെന്ന് പറയുന്ന ഒരു സാധാരണ പാർക്കല്ല. ലോകത്തിലെ ഒരു 90-ലധികം രാജ്യങ്ങളുടെ സംസ്കാരം, അവരുടെ ഭക്ഷണം, അവരുടെ ഷോപ്പിംഗ്, വിനോദം എല്ലാം ഒരേ സ്ഥലത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. വിന്റർ സീസണിലാട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിലോടെ ഇത് അവസാനിക്കും. അപ്പൊ ഇവിടെ സമ്മർ സീസൺ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവർ ക്ലോസ് ചെയ്യും. കാരണം ചൂട് കാരണം നമുക്കത് അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ആവും. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും പോകാം, കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ മെട്രോ ഒക്കെ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാണ്. അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്ലോബൽ വില്ലേജിലോട്ട് കാറെടുത്ത് പോവാട്ടോ. കാറിൽ നമ്മൾ ഇരുന്നോണ്ട് തന്നെ അതിന്റെ എൻട്രൻസിലോട്ട് എത്താറാവുമ്പോ തന്നെ കാണാം അവിടുത്തെ ആ ഓരോ അറേഞ്ച്മെന്റ്സ് അല്ല. പുറമേന്ന് കാണുമ്പോ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡ് അല്ലെ. പോകുന്ന വഴിയിലെല്ലാം തന്നെ ആ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു തന്നെയാട്ടോ നമ്മൾ എൻട്രൻസിന്റെ അവിടോട്ട് പോകുന്നത്. ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. റിക്ഷ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അവർ ഏകദേശം 10 ദിർഹംസ് എന്തോ ആണ് പറയുന്നത് ഓരോരുത്തർക്കും വെച്ചിട്ട് പെർ ഹെഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോവാണ് ഉണ്ടായത്. ഇപ്പൊ ഇവിടുന്ന് പുറമേ നോക്കുമ്പോ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡ്. ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോ തന്നെ ഒരു 8:30 ടൈമൊക്കെ. അതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുന്ന് നടക്കുമ്പോ തന്നെ ഓരോരോ കാഴ്ചകളിലും ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫുള്ളൊരു തിരക്കും സോങ്ങും എല്ലാം തന്നെ ഒരു വലിയൊരു ആഘോഷം പോലെ നമുക്ക് തോന്നി. എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞിട്ട് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നോക്കണം, എന്ത് കാണണം എന്നുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഓരോ രാജ്യത്തിന്റെ പൗലിനുകള് നമുക്ക് എൻട്രൻസിൽ എത്തുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവർ അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ എത്ര മനോഹരമായിട്ടാണെന്ന്. എൻട്രൻസിന്റെ അവിടെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കേട്ടോ. അവിടെ നിന്നുകൊണ്ട് തന്നെ എങ്ങോട്ട് പോവാന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത്. കാരണം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ സത്യത്തിൽ നമുക്ക് കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം അതിൽ അത്ര കാഴ്ചകളാണ്, അല്ലെങ്കിൽ അത്രയേറെ കാഴ്ചകളാണ്. നമുക്ക് ഒരു സൈഡിൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ എത്തിപ്പെടാൻ നമ്മൾ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഒരു സൈഡിൽ നിന്ന് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിയിൽ ഞങ്ങൾ ഒരു കോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കയറിയത് സിറിയയിലോട്ടാണ്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കണം. ഞങ്ങൾ ഒന്നാമത് ലേറ്റ് ആയിട്ടാണ് അങ്ങ് എത്തിയത് തന്നെ. അപ്പം കാണാൻ പറ്റുന്നിടത്തോളം സ്ഥലങ്ങൾ കണ്ടു തീർക്കണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് എന്തായാലും കണ്ടു തുടങ്ങാം എന്ന രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് സിറിയയിലാണ്. സിറിയയുടെ ഉള്ളിൽ കയറിയപ്പോൾ അവരുടേതായ കൾച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ടുള്ള സാധനങ്ങള്, ഓർണമെന്റ്സ്, അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഉള്ളിൽ കണ്ടത്. ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ജസ്റ്റ് കണ്ട് ഒക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എത്രയും വേഗം ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്നിടത്തോളം ഒക്കെ കാണണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്ത് കയറി ഉള്ളിൽ കയറി ജസ്റ്റ് എല്ലാം കണ്ട് കേട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. നമ്മളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഫുഡ് മാത്രം നമ്മൾ വാങ്ങിച്ചു കഴിച്ചതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം ഒന്ന് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം എന്ന രീതിയിലാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി ജസ്റ്റ് കാഴ്ചയൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി പോരുവാണ് ഉണ്ടായത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ആ പാട്ടൊക്കെ കേട്ട് കുറച്ചു നേരം അവിടെ ഒക്കെ നിന്നിട്ട് ശേഷം ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നു. നിങ്ങൾക്ക് തന്നെ കാണാം അവിടെ എല്ലാം ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങള്, അതുപോലെ തന്നെ ഡ്രസ്സുകള്, ജ്വല്ലറി കളക്ഷൻസ്, ഇതൊക്കെ തന്നെയാണ് ഉള്ളിലുണ്ടായിരുന്നത്. അവരുടെ രാജ്യത്തെ സംസ്കാരം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ളത്. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങി.
പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം എന്ന രീതിയിലായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സത്യത്തിൽ കൺഫ്യൂഷനാ, എങ്ങോട്ട് പോകണം, എവിടോട്ട് ഇറങ്ങണം എന്നുള്ള മൊത്തത്തിലുള്ള കൺഫ്യൂഷനാണ് മെയിനായിട്ട്. മുതിർന്നവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ഓരോ കാർണിവൽ ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ റൈഡ് ഗെയിംസ് ഉണ്ട്, ജെയിൻ വീല്, റോളർ കോസ്റ്റ്, ഫൺ ഗെയിംസ്, അങ്ങനെ എല്ലാം നമുക്ക് കണ്ടു എക്സ്പീരിയൻസ് ചെയ്തും നമുക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് ഓരോന്നും ഉള്ളത്. അപ്പൊ ഇവിടെ ഡെയിലി ഫെസ്റ്റിവൽ ഷോകളൊക്കെ നടക്കുന്നുണ്ട്, ലൈവ് ഷോകളൊക്കെ നടക്കുന്നത്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം സ്റ്റേജിൽ എന്തോ ഷോ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കാണാവുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നെയും ടൈം പോകുന്നതായതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. കാരണം നമുക്ക് കൂടുതലും കാണണമല്ലോ, ഓൾമോസ്റ്റ് ഒക്കെ കാണണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു. കുടുംബത്തോടൊപ്പം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ദിവസം മുഴുവൻ നമുക്കിവിടെ ചെലവഴിക്കാൻ പറ്റും. കാരണം കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് എല്ലാവർക്കും ഉള്ള എന്റർടൈൻമെന്റ്സ് ആ ഒറ്റൊരു സ്ഥലത്തുണ്ടായത് കൊണ്ടിട്ട് വീക്കെൻഡിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് അല്ലെ ഫാമിലിയോടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ ഒരു നല്ല സ്ഥലം തന്നെയാണ്. കുറച്ചുനേരം അതൊക്കെ കണ്ടു നിന്നിട്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് അമേരിക്കയുടെ ഉള്ളിൽ കയറിയപ്പോഴും പ്രത്യേകിച്ച് കാഴ്ചകൾ ഡിഫറെന്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഉള്ള സാധനങ്ങളൊക്കെ തന്നെ വെറൈറ്റി ആയിട്ട് അവരുടെ ഇതായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളിൽ ഞങ്ങൾ കണ്ടത്. അവിടെയും ഞങ്ങൾ ജസ്റ്റ് കയറി കണ്ട് പുറത്തിറങ്ങുവാണ് ഉണ്ടായിരുന്നത്. കുറെ ബാഗിന് കളക്ഷൻസും അത് തന്നെ കുറെ ടോയ്സും അങ്ങനെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ഞങ്ങളെല്ലാം ജസ്റ്റ് കയറി കണ്ട് പുറത്തോട്ട് ഇറങ്ങുവാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അവരുടെ പരമ്പരാഗത ഡ്രസ്സിങ് ചെയ്ത ഒരു വ്യക്തിയെ ഞങ്ങൾ കാണാനിടയായി. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ആളോട് ചോദിച്ചിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ആള് സമ്മതിച്ചു കേട്ടോ. നല്ല കോപ്പറേറ്റീവ് തന്നെയായിരുന്നു. അപ്പം കണ്ട് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് ആള് വില്ലിങ് ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഏഷ്യയിലുള്ളിൽ ഞങ്ങൾ കേറിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞങ്ങള് ഏഷ്യ അതിനൊക്കെ കണ്ട് നേരെ വന്ന് ജപ്പാനുള്ളിൽ കയറി. അവിടുന്ന് കാരണം നമുക്ക് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സൈഡ് തീർന്നു വരുമ്പോ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ സമയം കഴിയും. ജപ്പാന്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയപ്പോഴും ഞങ്ങൾ കണ്ടത് എന്താ, സാധാരണ നമ്മള് എല്ലായിടത്തും കണ്ട പോലെ തന്നെ ഡ്രസ്സുകളും കുറെ ടോയ്സുകളും അങ്ങനെ കുറെ കളക്ഷൻസ് ഒക്കെ തന്നെയായിരുന്നു അവിടെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജപ്പാൻ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കണ്ട് കേട്ട് പുറത്തിറങ്ങി. അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾക്ക് കണ്ടൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള വേറൊരു കാഴ്ചയാണ് ഗോസ്റ്റ് ഹൗസ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പോലെ വണ്ടർലയിലൊക്കെ പോലെ ഗോസ്റ്റ് ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിതിൽ ഈ റൈഡിൽ കയറാം. ഡിഫറെന്റ് ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. പക്ഷെ ഞങ്ങള് പുറത്തുനിന്ന് കണ്ടതൊക്കെ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. കുറച്ചു നേരം അവിടെ നിന്ന് കണ്ട് കേട്ടൊക്കെ ഇറങ്ങി. അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നവരുടെ അലർച്ചയൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് നിന്നു. അതിന്റെ അപ്പുറത്തൊക്കെ നോക്കിയപ്പോൾ എന്റെ ദൈവമേ, ഒരു റോളർ കോസ്റ്റർ ആണെങ്കിലും അതിലൊക്കെ കയറിയിട്ട് ആൾക്കാർ അലറിയാണ് കേട്ടോ. തിരിച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് പേടി വരും. എന്താണ് അത്രേ ഹൈറ്റ് പോയിട്ടാട്ടോ നമ്മൾ തിരിച്ച് താഴ്ട്ട് ഇങ്ങനെ വിടുന്നത്. കാണുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാവും. അപ്പൊ ഓരോന്നിലും ഓരോ ഡിഫറെന്റ് ആയിട്ടോ ഓരോന്നിനും കോസ്റ്റ് വരുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കുറച്ചു നേരം കണ്ട് അവിടെ തന്നെ നിന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റും ഉണ്ട്, അവർക്കുള്ള ആക്ടിവിറ്റീസും ഉണ്ട്, എല്ലാം നമുക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ആർക്കും മടുപ്പുണ്ടാവത്തില്ല. കുറച്ച് ദൂരം നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. കാരണം ഒരുപാട് ഇങ്ങനെ നടക്കാനുണ്ടല്ലോ, കണ്ട് കേട്ട് നടക്കാനുണ്ടല്ലോ. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഗ്ലോബൽ വില്ലേജ് മസ്റ്റാണ്. ഇവിടെ വീക്കെൻഡിലൊക്കെ ഫയർ ഷോ ഉണ്ട്. ഞങ്ങൾ എന്തായാലും പോയ സമയം പറ്റിയതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫയർ ഷോ കാണാൻ പറ്റി. അതും കണ്ടും കേട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നമ്മുടെ ഗ്ലോബൽ വില്ലേജിലുണ്ട് കേട്ടോ. കാരണം അതിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് മാത്രമുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങി. കാരണം ഒന്ന് ചുറ്റി കണ്ട് ഞങ്ങൾ എവിടാണ് എന്തൊക്കെയാണ് ഇനി അടുത്ത നെക്സ്റ്റ് എങ്ങോട്ട് പോകണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അവിടെ അങ്ങനെ നിന്ന് കുറച്ചു നേരം കണ്ടിറങ്ങി. ഇവിടെ കുട്ടികൾക്കും അതായത് മുതിർന്നവർക്കും എൻജോയ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അത് തേടി പിടിച്ച് അങ്ങോട്ടെത്തി.
നല്ല രസമായിരുന്നു ഇവിടുത്തെ അനുഭവം. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ചൈനയിലോട്ട് ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ലൈവ് ഷോ. അങ്ങനെ അത് അപ്പം അവിടെ പടക്കം പൊട്ടിക്കുന്നു. എന്നാൽ അത് കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ നിന്നിട്ട് എന്ത് ഭംഗിയായിരുന്നു. അങ്ങനെ കണ്ടോണ്ട് ഞങ്ങൾ തീരുന്നത് വരെ അതിങ്ങനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെ നിങ്ങൾക്ക് കാണാം എന്ത് രസമാണ് അവിടുത്തെ ആ ഒരു ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാട്ടോ. ഫോട്ടോഷൂട്ടിന് ബെസ്റ്റ് സ്ഥലമാണത്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ അവിടെ നിന്ന് തിരിച്ചു വന്ന്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇന്ത്യൻ പവലിയൻ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. ഫുഡും ഡ്രസ്സും എല്ലാം തന്നെയായിരുന്നു ഇവിടെ. അതിൻ്റെ ഉള്ളിലും അതൊക്കെ തന്നെയായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് പുറമേ ഉള്ള ആ ഒരു ഗജവീരൻ്റെ ആ ഒരു അവരെ ശില്പം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. നമ്മളിങ്ങനെ നോക്കിയിരുന്നു എന്ത് രസമാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു നല്ല വിസ്താരത്തിലാണ് അത് ആ സെറ്റ് ഇട്ടേക്കുന്നതും. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കുറച്ചും കൂടെ വലുതാണ്. നമ്മൾ മറ്റിടത്തുനിന്ന് കണ്ടതിനെക്കാട്ടിൽ ഏകദേശം ഒരു കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇന്ത്യൻ പവലിയൻ കാണാനും. അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അത് തന്നെ കണ്ടുകൊണ്ടിരുന്നു. അവിടെ നിന്ന് കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചെന്ന സമയം ഏകദേശം ഒരു 8:30 സമയമൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് നല്ല വിശപ്പായി. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല വിശപ്പായി. നല്ലപോലെ ക്ഷീണിച്ചു, നല്ല വിശപ്പുമായി. അപ്പം ഇവിടുത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞത് പറയാതെ പോയി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സ്ട്രീറ്റ് ഫുഡും നമുക്ക് ഇവിടെ ലഭിക്കും. ഷവർമ, കബാബ്, ടർക്കിഷ് ഐസ്ക്രീം, ഇന്ത്യൻ സ്നാക്സ്, അതുപോലെ തന്നെ മിഠായി. സത്യം പറഞ്ഞാൽ ഒറ്റ ദിവസം നമുക്ക് മതിയാകത്തില്ല ഇതെല്ലാം കൂടെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങോട്ട് വരേണ്ടി വരും. ഒരു ഹാപ്പി സ്ട്രീറ്റ്, പേര് പറഞ്ഞ ഒരു ഹാപ്പി സ്ട്രീറ്റ് ആയിരുന്നു. നമ്മൾ അകത്ത് കയറി ഫുഡ് കഴിച്ചു, ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വൈകുന്നേരം കൊണ്ട് തന്നെ ഒരു ലോകം ചുറ്റി വന്ന ഒരു അനുഭവമായിരുന്നു. ഇതിന് ബാക്കി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പം ഇനി പോകാനുണ്ട്. നെക്സ്റ്റ് വ്ലോഗിൽ ബാക്കി നമുക്ക് കാണാം.